നമ്മൾ ഇന്നുള്ളത് കുറുപ്പന്തറയിൽ, കോട്ടയം ജില്ലയിൽ കുറുപ്പന്തറ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളൊരു ഓൺ ഗ്രിഡ് സോളാർ ഹൈബ്രിഡിലേക്ക് കൺവേർട്ട് ചെയ്തതിൻ്റെ വർക്കാണ്. ഹൈബ്രിഡിൻ്റെ കൺവേർഷൻ എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓൺ ഗ്രിഡ് ഓൾറെഡി വെച്ചിട്ടുണ്ടാവും. പക്ഷേ TOD ബില്ലിങ് സ്റ്റാർട്ട് ചെയ്തതോടുകൂടി, അതായത് 250 യൂണിറ്റിന് മുകളിൽ കൺസപ്ഷനുള്ള ഏതൊരു കസ്റ്റമർക്കും TOD ബില്ലിങ്ങിലേക്ക് വരും. അതായത് 3 മാസം അടുപ്പിച്ച് 250 യൂണിറ്റിന് മുകളിൽ കൺസപ്ഷൻ വരുമ്പോഴത്തേന് ആ കസ്റ്റമർ TOD ബില്ലിങ്ങിൻ്റെ അണ്ടറിലേക്ക് വരും. അങ്ങനെ വരുമ്പോഴത്തേന് ഈ വൈകുന്നേരം 6 മണി മുതൽ 10 മണി വരെ ഉപയോഗിക്കുന്ന പീക്ക് ടൈമിൽ 25% കൂടുതലായിട്ട് കറണ്ട് ഉപയോഗിച്ചതായിട്ട് കണക്ക് കൂട്ടും. അതായത് നമ്മളിപ്പോൾ ഒരു 100 യൂണിറ്റ് ഉപയോഗിച്ചു, 100 യൂണിറ്റ് കൊടുക്കുമ്പോൾ സെറ്റ് ഓഫ് ആകും. അതിന് പകരമായിട്ട് അതുപോലെയല്ല 6 മണി മുതൽ 10 മണി വരെ വരുന്നത്. നമ്മൾ 100 യൂണിറ്റ് എടുത്താൽ 125 യൂണിറ്റ് എടുത്തതായിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. അതായത് 25 യൂണിറ്റ് അധികമായിട്ട് വരും. അപ്പം അങ്ങനെ വരുന്ന, ഇപ്പോൾ ഓൾറെഡി നമ്മൾ എല്ലാവരും പ്രൈസൊക്കെ കുറവായിരിക്കുന്നതുകൊണ്ടും പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ എല്ലാവരും ഓൺ ഗ്രിഡ് ആയിരിക്കും ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ഈ TOD ബില്ലിങ്ങിൽ നിന്ന് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹൈബ്രിഡിലേക്ക് കൺവേർട്ട്. അപ്പം ഇതിപ്പോൾ ഓൾറെഡി നമുക്കിവിടെ ഓൺ ഗ്രിഡ് സോളാർ ഉണ്ട്. ഇതിനകത്തുനിന്ന് നമ്മൾ ചെയ്തിരിക്കുന്നത്, പലരും നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ സംശയം ചോദിച്ചിരുന്നു ഇതെങ്ങനെയാണ് കൊടുക്കുന്നതെന്ന്. പലർക്കും ഉണ്ടായൊരു സംശയം എന്താണെന്ന് വെച്ചാൽ, ഈ ഓൺ ഗ്രിഡ് സോളാറിൽ കണക്ട് ചെയ്തിരിക്കുന്ന 6 പാനലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 10 പാനലുണ്ടെങ്കിൽ, അതിനകത്തുനിന്ന് ഏതെങ്കിലും 2-3 പാനൽ ഡിസ്കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്ന്. അങ്ങനെയല്ല ഇത് വരുന്നത്. നമ്മളിപ്പോൾ 6 പാനൽ അല്ലെങ്കിൽ 10 പാനൽ, എത്ര പാനലുണ്ടോ ആ പാനലുകളെ എല്ലാം ഒന്നിച്ച്, ഇപ്പം ഇതിപ്പോൾ ഒരു 3 കിലോ വാട്ടിൻ്റെ സിസ്റ്റമാണ്. ഈ 3 കിലോ വാട്ടിൻ്റെ സിസ്റ്റത്തിൽ 6 പാനൽ ഒന്നിച്ചാണ് ഈ DCDBയിലേക്ക് വന്നിരിക്കുന്നത്. നമ്മൾ ഈ DCDBന്ന് ആ 6 പാനലും ഔട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഈ 6 പാനൽ DBയിലേക്ക് വന്നിരിക്കുന്നു. DCDBന്ന് നമ്മൾ വന്നിരിക്കുന്ന ഈ 2 വയർ, അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവും പൈപ്പ് അടിച്ച് മുകളിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ ബാക്കി നമ്മുടെ ഇൻവേർട്ടറും കാര്യങ്ങളും എല്ലാം, ഹൈബ്രിഡ് ഇൻവേർട്ടറും കാര്യങ്ങളും എല്ലാം മുകളിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടുന്ന് നമ്മൾ വയർ പ്രോപ്പറായിട്ട് പൈപ്പ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവന്നിരിക്കുക. നമുക്ക് മുകളിലോട്ട് പോകാം. മുകളിൽ വന്ന് നോക്കിയിട്ട് കാര്യങ്ങൾ ബാക്കി പറഞ്ഞുതരാം. ഓക്കെ അല്ലേ? അപ്പം നമ്മളിപ്പം താഴേന്ന് വന്നിരിക്കുന്ന വയർ, DCയുടെ വയർ, പോസിറ്റീവ് നെഗറ്റീവ് 2 വയർ അടിച്ച് ഈ പൈപ്പിൽ കൂടി നമ്മുടെ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. ഇത് ഇൻവെർട്ടറിലേക്ക് വന്നിരിക്കുകയാണ്. അതേപോലെ തന്നെ AC യുടെ മെയിൻ DB എന്നുള്ള ലൈന് പൈപ്പ് വെച്ച് അടിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഇവരുടെ ഇൻവെർട്ടർ നേരെ താഴത്തെ ആയിരുന്നു ലൈൻ ഉണ്ടായിരുന്നത്. അവിടുന്ന് നമ്മൾ അതിൻ്റെ ഫേസ് ഇന്ന്, ഫേസ് ഔട്ട്, ഒരു ന്യൂട്രൽ, ഇത് 3ഉം കൂടി വയർ കൊണ്ടുവന്ന് നമുക്ക് ഈ ഇൻവെർട്ടർ വെക്കാനുള്ള സൗകര്യത്തിന് ഇവിടത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു ഓൺ ഗ്രിഡ് സിസ്റ്റവും അതേപോലെ തന്നെ ഇൻവെർട്ടറും, എക്സിസ്റ്റിംഗ് ആയിട്ട് ബാക്കപ്പ് ഇൻവെർട്ടറും കൂടി ഉള്ളവർക്ക് ഒരു 25,000 രൂപയ്ക്ക് ഒരു ഹൈബ്രിഡ് MPPT കണക്ട് ചെയ്തുകൊണ്ട് ഹൈബ്രിഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സിസ്റ്റമായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നത്. പക്ഷേ ഇവിടെ ഈ വീട്ടിലെ ഇൻവെർട്ടർ സിസ്റ്റമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ഒരു 3 കിലോ വാട്ടിൻ്റെ ഒരു ഇൻവെർട്ടർ, ഒരു 24 വോൾട്ടിൻ്റെ ഒരു ലിഥിയം അയൺ ബാറ്ററിയും കൂടി കണക്ട് ചെയ്തുകൊണ്ടുള്ള സിസ്റ്റമാണിത്. അപ്പോൾ ഈ ഇൻവെർട്ടറിനകത്ത് ഹൈബ്രിഡ് MPPT ഇൻബിൽറ്റ് ആണ് വന്നിരിക്കുന്നത്. നേരത്തെ അത് നമ്മൾ സെപ്പറേറ്റ് ആയിരുന്നു വന്നിരുന്നത്. ഇതിന് പക്ഷേ ഇൻബിൽറ്റ് ആണ്. നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ബാറ്ററിയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 25.6 വോൾട്ടിൻ്റെ ലിഥിയം അയൺ ബാറ്ററി, ലിഥിയം ഫെറസ് ഫോസ്ഫേറ്റ് ബാറ്ററിയാണ് വരുന്നത്. ഇത് 100 AH ആണ്. അപ്പം നമുക്കിതിൻ്റെ ടോട്ടൽ വാട്ട്സ് എന്ന് പറയുന്നത് 2560 വാട്ട്സ് നമുക്ക് ഇതിനകത്ത് സേവ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് വരുന്ന നമ്മുടെ 3 കിലോ വാട്ടിൻ്റെ ഇൻവെർട്ടർ പ്ലസ് MPPT ഇൻബിൽറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു സിസ്റ്റത്തിൽ നമ്മൾ MPPT മാത്രം, അതായത് സോളാറിൻ്റെ ഹൈബ്രിഡ് MPPT മാത്രം കണക്ട് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന സിസ്റ്റത്തിൽ വൈകുന്നേരം 6 മണി മുതൽ 10 മണി വരെ നമ്മുടെ TOD ബില്ലിങ്ങിൽ നിന്ന് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ AC ഓഫ് ചെയ്യുന്നുണ്ട്. അതായത് ഷെഡ്യൂൾ ചെയ്ത സമയം 6 മണി മുതൽ 10 മണി വരെ ACയുടെ ലൈന് ഓഫ് ചെയ്തിട്ട് ബാറ്ററിയിൽ നിന്ന് എടുത്തിട്ട് ചാർജ് ചെയ്യുന്നു. നമ്മൾ TOD ബില്ലിങ്ങിൽ നിന്ന് സേവ് ആകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം 10 മണിക്ക് ശേഷം AC റീസ്റ്റോർ ചെയ്യുന്ന സമയം ആ സിസ്റ്റത്തിൽ 10 മണിക്ക് ശേഷം AC റീസ്റ്റോർ ചെയ്യുന്ന സമയം ബാറ്ററിയിലേക്ക് ACയിൽ നിന്ന് എടുത്തിട്ട് ചാർജ് ചെയ്യും. അതിൽ അങ്ങനെയാണ് വരുന്നത്. അപ്പം അത് ഈ ഒരു സിസ്റ്റത്തിൽ, അതായത് ഈ നമ്മുടെ ഇൻബിൽറ്റ് ചാർജ് കൺട്രോളർ MPPT ഹൈബ്രിഡ് സിസ്റ്റത്തിൽ നമുക്ക് 10 മണിക്ക് ശേഷം AC റീസ്റ്റോർ ചെയ്താലും നമ്മുടെ AC എടുത്തിട്ട് നമ്മുടെ ഈ ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്യത്തില്ല. പിറ്റേ ദിവസം സൂര്യപ്രകാശം വന്നതിന് ശേഷം മാത്രമേ നമ്മുടെ ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്യുകയുള്ളൂ.
അപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ കറണ്ട് അതിനകത്ത് സേവ് ചെയ്യാൻ പറ്റും കമ്പാരിറ്റീവ്ലി മറ്റേതിനേക്കാളും. അപ്പം ഇതിൻ്റെ ഈ ഒരു സിസ്റ്റത്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇവിടെ ഇൻസ്റ്റലേഷൻ ടോട്ടൽ വന്നിരിക്കുന്നത്, അതായത് ഈ ഒരു സിസ്റ്റത്തിന് വന്നിരിക്കുന്നത് നമുക്ക് 90,000 ആണ് വന്നിരിക്കുന്നത്. 90,000 പ്ലസ് കേബിളിങ് കസ്റ്റമർ തന്നെ നമ്മൾ പറഞ്ഞതനുസരിച്ച് ചെയ്തു തന്നാണ് നമ്മുടെ ടീം വന്ന് ഇന്ന് ഇൻസ്റ്റലേഷൻ ചെയ്തു. അതായത് ബാക്കി ഇൻവെർട്ടറും ഈ കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ട് പോയി. കേബിളിങ് കസ്റ്റമർ സൈഡിൽ നിന്നായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് 90,000 പ്ലസ് കേബിളിംഗ് ആണ്. നമുക്ക് ഇതേപോലെ ഒരു സിസ്റ്റം നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.